സിന്ദൂരരേഖ ഭാഗം 9. സ്റ്റേജിൽ നിന്നിറങ്ങി ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് നടന്നപ്പോൾ മുതൽ അവൾ അച്ഛൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്നു. കരയരുത് എന്ന് മനസ്സിൽ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവളുടെ കൈകൾ അച്ഛൻ്റെ കയ്യിൽ ഒന്ന് മുറുകിയും അയഞ്ഞു ഇരിക്കുകയായിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് വണ്ടിയിലേക്ക് കയറാനൊരുങ്ങിയ അതേ സമയത്തായിരുന്നു അപ്പു അവളുടെ അടുത്തേക്ക് വന്നത്. അവൻ അവളെ വട്ടം ചുറ്റിപ്പിടിച്ചു. അവനും കരഞ്ഞുപോയി. ഇത്രയും നേരം കരയാതെ പിടിച്ചു നിന്ന അമ്മാളു ഈ നിമിഷം കരഞ്ഞു പോയിരുന്നു. ഇത്ര നേരം പിടിച്ചു നിന്നതൊക്കെ വെറുതെ ആയി പോയ നേരം. അച്ഛൻ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ച് അപ്പുവിനെ അവളുടെ അടുത്ത് നിന്ന് മാറ്റാൻ നോക്കി. അമ്മാളു ആണെങ്കിലും അവനെ ചുറ്റിപ്പിടിച്ച് പൊട്ടിക്കരയുക തന്നെയായിരുന്നു. ഇത് കാണാൻ വയ്യാത്തതുപോലെ അമ്മ അവരുടെ ഇടയിൽ നിന്ന് പതിയെ മാറി നിന്നു. സംഭവം വഷളാകുന്നു എന്ന് കണ്ട് മനുവിൻ്റെ അമ്മ വന്ന് രണ്ടുപേരെയും ഒരു കണക്കിന് അകറ്റി മാറ്റി. എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഇന്ന് ഇങ്ങോട്ട് തന്നെ വരാലോ. അമ്മ പറഞ്ഞതും മൂക്ക് വലിച്ചുകൊണ്ട് അമ്മാളു കരച്ചിലടക്കി. ഒന്നുകൂടി അച്ഛനെയും അമ്മയെയും അപ്പുവിനെയും ഒക്കെ നോക്കി കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞ് അവൾ വണ്ടിക്കുള്ളിലേക്ക് കയറി. മനുവും അമ്മാളുവും ഉണ്ണിയും ഒരു കാറിലാണ് പോകുന്നത്, അമ്മ വേറൊരു കാറിലും. അവിടെ നിന്ന് മനുവിൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യം 1 മണിക്കൂർ അടുത്ത് ദൂരമുണ്ട്. കാറിൽ കയറിയപ്പോൾ മുതൽ അമ്മാളു ആകെ കരച്ചിലിൽ തന്നെയാണ്. അത് കണ്ടിട്ട് ഫ്രണ്ടിലുള്ള മിററിലൂടെ ഉണ്ണി മനുവിനോട് അവളെ ആശ്വസിപ്പിക്കാനൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അവളുടെ കരച്ചിൽ കണ്ടിട്ട് എന്ത് പറഞ്ഞ് എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ മനു ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഏട്ടത്തി ഇങ്ങനെ കരയല്ലേ, വീട്ടിലേക്ക് എത്തി അവിടുത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് തിരികെ ഇങ്ങോട്ട് തന്നെ വരില്ലേ? ഒടുവിൽ മനു ഒന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കി ഉണ്ണി തന്നെ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു. പക്ഷേ എന്നിട്ടും കരച്ചിലിനൊരു കുറവുമില്ല എന്ന് കണ്ടതും ഉണ്ണി ദയനീയമായിട്ട് എന്നതുപോലെയാണ് മനുവിനെ നോക്കിയത്. അപ്പോൾ അവിടെ അതിലും വലിയ ദയനീയമായ മുഖഭാവമായിരുന്നു. എടോ, ഇങ്ങനെ കരഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖം വരും കേട്ടോ. കുറച്ചു കഴിഞ്ഞതും എങ്ങനെയൊക്കെയോ മനു അവളോട് പറഞ്ഞൊപ്പിച്ചു. അവൻ അങ്ങനെ പറഞ്ഞതും കരച്ചിലിൻ്റെ ആക്കമൊന്ന് കുറഞ്ഞുവെങ്കിലും ഇതുവരെ അവൾ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. വണ്ടി പോകുന്നതിനനുസരിച്ച് ഒരരികിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി കണ്ണുനീർ വാർക്കുകയാണവൾ. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ സീറ്റിലേക്ക് ചാരിയിരുന്ന് തന്നെ അവൾ ഉറങ്ങിപ്പോവുകയായിരുന്നു. ഉറങ്ങിയെന്ന് കണ്ടതും പിന്നീട് ആരും ശല്യം ചെയ്യാനൊന്നും നിന്നില്ല. സ്വസ്ഥായി ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി മനുവും ഉണ്ണിയും മിണ്ടാതിരുന്നു. ചുറ്റുമുള്ള അന്തരീക്ഷം തീർത്തും നിശബ്ദമായതും ഡ്രൈവർ ഒരു ചെറിയ രീതിയിലുള്ള പാട്ടൊക്കെ ഇട്ടു. പാട്ട് കേട്ടങ്ങനെ ഇരുന്നപ്പോൾ മനുവും ഉണ്ണിയും വൈകാതെ ഉറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. വീട്ടിലെ കാർ നിർത്തിക്കൊണ്ട് ഡ്രൈവർ വിളിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ഉണ്ണിയും മനുവും ഉണർന്നത്. നോക്കിയപ്പോൾ വീടെത്തി എന്ന് കണ്ടതും ഉണ്ണി വേറെ ആരെയും മൈൻഡ് ചെയ്യാൻ നിൽക്കാതെ വണ്ടിയിൽ നിന്ന് ആദ്യം ചാടി ഇറങ്ങുകയും ചെയ്തു. അമ്മാളു ഇപ്പോഴും വിൻഡോയിലേക്ക് ചാരിയിരുന്ന ഉറക്കം തന്നെയാണ്. അവളുടെ ഉറക്കം കണ്ടിട്ട് വിളിച്ചെഴുന്നേൽപ്പിക്കാനും തോന്നുന്നില്ല. എന്നാലോ എഴുന്നേൽപ്പിക്കാതിരിക്കാനും പറ്റുകയില്ല എന്നൊരവസ്ഥയിലായിപ്പോയി. എടോ, അവളുടെ മടിയിലായി വെച്ചിരിക്കുന്ന അവളുടെ മൈലാഞ്ചി അണിഞ്ഞ കൈകളിൽ അവനൊന്ന് തട്ടി വിളിച്ചു. അവൻ്റെ ആ ഒരൊറ്റ വിളിയിൽ തന്നെ അമ്മാള് ഞെട്ടിക്കൊണ്ടാണ് എഴുന്നേറ്റത്. വീടെത്തി. അവൻ പറഞ്ഞതും അമ്മാളു ഒന്ന് ഞെട്ടിക്കൊണ്ട് കണ്ണ് തിരുമ്മി ചുറ്റും നോക്കി. അപ്പോഴാണ് അവൾ ശരിക്കും യഥാർത്ഥത്തിലേക്ക് വന്നത്. തെറ്റ് ചെയ്തതുപോലെ അവൾ അന്നേരം അവന് മുന്നിൽ തലകുനിച്ചു നിന്നു. അപ്പോഴേക്കും മനുവിൻ്റെ അമ്മ വന്ന് അവളെയും മനുവിനെയും കാറ് തുറന്ന് പുറത്തേക്ക് ഇറക്കിയിരുന്നു. അവൾ വീടാകെ മുഴുവനൊന്ന് നോക്കി. വലിയ കാർ പോർച്ചും അവിടെ നിരന്നു കിടക്കുന്ന 2-3 വണ്ടികളും 3 നിലയിൽ പണിതീർത്തിരിക്കുന്ന മാളിക പോലുള്ള വീടുമൊക്കെ അവൾക്ക് അത്ഭുതം തന്നെയായിരുന്നു എന്ന് പറയാം. ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നവളെ മനുവിൻ്റെ അമ്മ തോളി പിടിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നിലേക്ക് നടത്തി. വാതിൽപ്പടിയിൽ അവളെ നിർത്തിക്കൊണ്ട് അമ്മ അകത്തേക്ക് പോയി താലവും ആരതിയും വിളക്കും ഒക്കെ ആയി തിരികെ വന്നു. ആരതി ഒഴിഞ്ഞ് താലത്തിൽ നിന്ന് കുങ്കുമം തൊട്ടുകൊടുത്ത് അവളുടെ കയ്യിലേക്ക് നിലവിളക്ക് വെച്ചു കൊടുത്തു. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് അവൾ ആ നിലവിളക്ക് കൈനീട്ടി വാങ്ങി. അതുമായി മുന്നിലേക്ക് നടക്കുമ്പോൾ തട്ടി വീഴാതിരിക്കാൻ അവളുടെ സാരി ഒന്ന് ഉയർത്തിപ്പിടിച്ചു കൊടുക്കാൻ മനു അപ്പോഴും മറന്നിട്ടുണ്ടായിരുന്നില്ല. ആ വിളക്ക് പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ച് അവൾ മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിച്ചു. അപ്പോഴും അവളുടെ മനസ്സിൽ ഉയർന്നു വന്നത് തനിക്കിതിന് അർഹതയുണ്ടോ എന്നൊരു ചോദ്യം മാത്രമായിരുന്നു. എങ്കിലും ഇപ്പോൾ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഒരിക്കലും തന്നിൽ നിന്ന് അകറ്റി മാറ്റരുതേ എന്നൊരു പ്രാർത്ഥന അവളുടെ മനസ്സിലുണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം 2 പേരും ചേർന്ന് അമ്മയുടെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങാനും മറന്നിരുന്നില്ല. ഗൃഹപ്രവേശ ചടങ്ങിന് ശേഷം തിരികെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് തന്നെ പോകണം. അവിടെയാണ് ആദ്യ രാത്രി. അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ ഇനി അധികം സമയമില്ല. ഒരു കാര്യം ചെയ്, 2 പേരും കുറച്ച് സമയം പോയൊന്ന് റെസ്റ്റ് എടുക്ക്. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരികെ അമ്മാളുവിൻ്റെ വീട്ടിലേക്ക് പോയാൽ മതി. അമ്മ പറഞ്ഞതും മനു അത് സമ്മതിച്ചു കൊടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് നടന്നു. മനു. അപ്പോൾ തന്നെ പിന്നിൽ നിന്ന് അമ്മയുടെ വിളി എത്തിയിരുന്നു. മനു എന്താണെന്ന രീതിയിൽ അമ്മയെ തിരിഞ്ഞു നോക്കി. മോൾക്ക് ഈ വീട്ടിലെ മുറികളൊന്നും അറിയില്ല, അവളെയും കൂടി നിന്റെ കൂടെ കൊണ്ടുപോ.
പെട്ടെന്ന് അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഉള്ളംകാലിൽ നിന്നൊരു തരിപ്പ് മനുവിൻ്റെ ദേഹം ആകെ പാഞ്ഞു കയറി. മുറി, തൻ്റെ മുറി താൻ ഷെയർ ചെയ്യേണ്ടി വരൂ ഇനി. അങ്ങനെയൊരു കാര്യം സ്വപ്നത്തിൽ പോലും താൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അവൻ്റെ കണ്ണുകൾ പെട്ടെന്ന് മിഴിഞ്ഞുപോയി. അതേ രീതിയിൽ തന്നെയാണ് അവൻ അമ്മയെ നോക്കിയത്. അല്ലമ്മേ, എനിക്കിതൊക്കെ ഒറ്റയ്ക്ക് അഴിക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ വേഗം അഴിച്ചു മാറ്റാൻ പറ്റുമായിരുന്നു. കൃത്യമായി അതേ സമയം തന്നെ അവളുടെ പതിഞ്ഞ ശബ്ദം അവിടെ ഉയർന്നിരുന്നു. അപ്പോഴാണ് അമ്മയും അങ്ങനെ ഒരു കാര്യം ഓർക്കുന്നത്. അത് പറഞ്ഞതും തലയാട്ടിക്കൊണ്ട് അമ്മ മനുവിനോട് പൊയ്ക്കോളാൻ പറഞ്ഞു. അവളുമായി നേരെ അമ്മയുടെ മുറിയിലേക്കും വന്നു. തലയിലും മറ്റുള്ള സാധനങ്ങളൊക്കെ അമ്മ അവളെ അഴിക്കാൻ സഹായിച്ചു കൊടുത്തു. മോൾക്ക് പറ്റുന്ന കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഈ സ്യൂട്ട് കേസിലിരിക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങാം കേട്ടോ. അമ്മ പറഞ്ഞതും അമ്മാളും അത് തലയാട്ടി സമ്മതിച്ചു. അത് പറഞ്ഞുകൊണ്ട് അമ്മ പുറത്തേക്ക് പോവുകയും ചെയ്തു. അമ്മ പോയതും അവൾ അതിൽ നിന്നൊരു ഡ്രസ്സ് എടുത്ത് സാരിയൊക്കെ മാറി പോയി ഒന്ന് കുളിച്ചു. ഒന്ന് കുളിച്ചു കഴിഞ്ഞപ്പോൾ പകുതിയൊന്ന് ആശ്വാസമായി അവൾക്ക്. എങ്കിലും നല്ല രീതിയിൽ കരഞ്ഞതുകൊണ്ട് കണ്ണും മുഖവും ഒക്കെ ആകെ വീർത്തിരിക്കുവാണ്. കണ്ണിൻ്റെ പോളയൊക്കെ നന്നായി വേദനിക്കുന്നുമുണ്ട്. കുളി കഴിഞ്ഞിറങ്ങിയിട്ടും അവൾ അമ്മയുടെ മുറിയിൽ കുറച്ചധികം സമയം അങ്ങനെ തന്നെ ഇരുന്നു. വാതിൽ തുറന്നോട്ടെ? അങ്ങനെ ഇരിക്കുന്ന സമയമാണ് വാതിലിൽ മുട്ടിക്കൊണ്ട് അമ്മ ചോദിച്ചത്. അവൾ വേഗം പോയി വാതിൽ തുറന്നു കൊടുത്തു. ആഹാ, കുളിയൊക്കെ കഴിഞ്ഞോ? തല ശരിക്ക് തോർത്തിയിട്ടില്ലല്ലോ. അകത്തേക്ക് കയറി അവളുടെ നനഞ്ഞ മുടിയിലേക്ക് നോക്കിക്കൊണ്ട് അമ്മ ശകാരത്തോടെ പറഞ്ഞു. അവളുടെ കയ്യിലിരിക്കുന്ന ടവൽ വാങ്ങി അമ്മ തന്നെ അവൾക്ക് തല തോർത്തി കൊടുത്തു. ആ നിമിഷം അവൾക്ക് അവളുടെ അമ്മയായിരുന്നു ഓർമ്മ വന്നത്. അവളുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. അവളുടെ തല തുവർത്തി കഴിഞ്ഞ് അവളെ നോക്കിയ അമ്മ കാണുന്നത് നിറഞ്ഞിരിക്കുന്ന അവളുടെ കണ്ണുകളാണ്. എൻ്റെ അമ്മാളു എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഞാനൊക്കെ ഇല്ലേ ഇവിടെ? അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ട് അമ്മ അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. ഇനിയും എവിടെ ഇങ്ങനെ ഇരിക്കണ്ട. മുകളിൽ മനു കാത്തിരിക്കുന്നുണ്ടാവും. കുട്ടി അങ്ങോട്ടേക്ക് ചെല്ലാൻ നോക്ക്. വെറുതെ ഒറ്റയ്ക്കിരുന്ന് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് പിന്നെയും മനസ്സ് വിഷമിപ്പിക്കുക. അമ്മ പറഞ്ഞതും പെട്ടെന്ന് ഷോക്ക് അടിച്ചതുപോലെ ആയിപ്പോയി അവൾ. അപ്പോഴേക്കും അമ്മയെ ആരോ വന്ന് വിളിച്ചിരുന്നു. നീയും വരാൻ നോക്ക്. ഇവിടെ തന്നെ ഒറ്റയ്ക്കിരിക്കണ്ട. മനുവിൻ്റെ അടുത്തേക്ക് പോയിരുന്നോ എന്ന് പറഞ്ഞ് അമ്മ പുറത്തേക്ക് ഇറങ്ങുന്നത് വഴി അവളെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി. പുറത്തേക്കിറങ്ങി അമ്മ അമ്മയുടെ വഴിക്ക് ആരെയൊക്കെയോ വിളിച്ചപ്പോൾ അങ്ങനെ അങ്ങ് പോയി. സംസ്കൃതി ആകെ പെട്ടതുപോലെ അവിടെ തന്നെ നിന്നു. ഏട്ടത്തി എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? ഏട്ടൻ മുകളിലാ. അപ്പോൾ തന്നെ ഒരു രക്ഷകനെ പോലെ ഉണ്ണി അങ്ങോട്ടെത്തി. എനിക്ക് മുറിയൊന്നും അറിയില്ല ഏട്ടാ. അവളുടെ നിഷ്കളങ്കമായ ശബ്ദം. സ്ഥാനം കൊണ്ട് ഏട്ടത്തിയാണെങ്കിലും ശരിക്കും അവൾ അവനിൽ ഒരുപാട് ചെറുതാണ്. ഏട്ടൻ പറഞ്ഞതുപോലെ 10ൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നിപ്പോകും. എങ്കിലും അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഏട്ടത്തിന്ന് വിളിക്കുന്നത്. ഉണ്ണി അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഏട്ടത്തി വാ. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് നടന്നു. വേഗത്തിൽ മുകളിലേക്ക് കയറി അവളെ മനുവിൻ്റെ മുറിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ദാ, ഇതാണ് ഏട്ടൻ്റെ റൂം. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. അല്ല, ഞാൻ മുറിവാതിൽക്കലൊന്ന് കൊട്ടി മനുവിനെ വിളിച്ചുകൊണ്ട് അമ്മാളും എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ണി എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ മുറിയിലേക്ക് ഓടിക്കയറിയിരുന്നു. ഉണ്ണി എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നപ്പോഴായിരുന്നു അമ്മാള് താഴെ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ അവൻ അവൻ്റെ മുറിയിലേക്ക് പോവുകയും ചെയ്തു. അമ്മാളും ആണെങ്കിൽ ആകെ പെട്ടതുപോലുള്ള അവസ്ഥയിലുമായി. ഏട്ടൻ വാതിൽ തുറന്നില്ലേ? ഉണ്ണി മുറിയിൽ നിന്ന് തിരികെ വന്നപ്പോഴും അമ്മാള് മുറിവാതിൽക്കൽ തന്നെ നിൽക്കുന്നത് കണ്ട് ഉണ്ണി വീണ്ടും ചോദിച്ചു. അവൾ നിഷ്കളങ്കമായി ഇല്ലെന്ന രീതിയിൽ ചുമല് കൂച്ചി കാണിച്ചു. ഈ ഏട്ടൻ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും മുറിയുടെ കതകിൽ തട്ടി. ഏട്ടാ, വാതിൽ തുറന്നേ. ഉണ്ണി ഇപ്പോൾ വരാം. അകത്ത് നിന്ന് അവൻ വിളിച്ചു പറയുന്നത് നേരിയ ശബ്ദത്തിൽ ഉണ്ണി കേട്ടിരുന്നു. ഏട്ടൻ ഇപ്പോൾ വരൂട്ടോ. ഞാനെങ്കിലും താഴേക്ക് പോട്ടെ. കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞതും അമ്മാളും അവനെ നോക്കി ശരിയെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. അവൻ വന്നപ്പോൾ അല്പം ടെൻഷൻ കുറഞ്ഞിരുന്നു. അവൻ വീണ്ടും പോയപ്പോൾ അവൾ ടെൻഷനോടെ വീണ്ടും മുറിവാതിൽക്കലേക്ക് നോക്കി. മുഖത്ത് ധൈര്യമൊക്കെ വരുത്തി വെച്ചിട്ടുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ പെരുമ്പറ മുഴങ്ങുകയായിരുന്നു. എന്താ ഉണ്ണി എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മനു വാതിൽ തുറന്നത് തന്നെ. പെട്ടെന്ന് അവൻ വാതിൽ തുറന്നു വന്നപ്പോൾ അമ്മാളുവും പെട്ടെന്ന് ഉണ്ണിയെ പ്രതീക്ഷിച്ച് വാതിൽ തുറന്ന മനു മുന്നിൽ നിൽക്കുന്ന അമ്മാളുവിനെ കണ്ടതും ഇരുവരും ഒരുപോലെ ഞെട്ടി. അമ്മ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ. ആ, ഇറ്റ്സ് ഓക്കെ. അവൻ അവൾക്ക് കയറാനെന്ന രീതിയിൽ മുറിയുടെ മുന്നിൽ നിന്ന് മാറിക്കൊടുത്തു. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അമ്മാളും അകത്തേക്ക് കയറി. അവളുടെ നോട്ടം ആ മുറി മുഴുവനായിട്ടൊന്ന് പോയി. നല്ല വൃത്തിയായി അടുക്കും ചിട്ടയിലും വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും. ആ മുറി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൈകൊണ്ട് അവിടെ ഒരിടത്തും തൊടാൻ പോലും തോന്നത്തില്ല. അത്രയ്ക്കും നല്ല ഭംഗിയായിട്ടാണ് അവൻ അവിടെയെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. മനു അകത്തേക്ക് കയറി. അമ്മാളും അന്നേരം മുറിയാകെ കണ്ണോടിച്ച് നോക്കുന്ന തിരക്കിലാണ്. മനു ആണെങ്കിൽ അവൾ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം, എന്തവളോട് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. യു ക്യാൻ ടേക്ക് റെസ്റ്റ്. ഈ ബെഡ് യൂസ് ചെയ്തോളൂ.
കട്ടിലിലേക്ക് ചൂണ്ടിക്കൊണ്ട് മനു പറഞ്ഞതും അമ്മാളും അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് മറുത്തൊന്നും പറയാൻ നിൽക്കാതെ നേരെ കട്ടിലിലേക്ക് കയറിയിരുന്നു. കട്ടിലിലേക്ക് ഇരുന്നിട്ടും അവളുടെ നോട്ടം അന്നേരം മുറിയാകെ നോക്കുന്ന തിരക്കിൽ തന്നെയായിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.